മുക്കം നഗരസഭയിലെ അഗസ്ത്യൻമുഴിയിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന ആരോപണവുമായി മാതാവ് രംഗത്തെത്തി. അഗസ്ത്യൻമുഴി മുള്ളമ്പലത്ത് കണ്ടി സതിയാണ് മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ ആരോപണം ഉന്നയിച്ചത്. മുക്കം നഗരസഭയിലെ അഗസ്ത്യൻമുഴിയിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന ആരോപണവുമായി മാതാവ് രംഗത്തെത്തി. അഗസ്ത്യൻമുഴി മുള്ളമ്പലത്ത് സതിയാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. ഇക്കഴിഞ്ഞ മാർച്ച് 15-നാണ് സതിയുടെ ഇളയ മകൻ അനന്തുവിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരിച്ച നിലയിൽ കണ്ടെത്തിയ സമയത്ത് മകൻ അടിവസ്ത്രം മാത്രം ധരിച്ച നിലയിലായിരുന്നുവെന്നും എന്നാൽ ഒരിക്കലും ഉറങ്ങാൻ കിടക്കുമ്പോൾ മകൻ അടിവസ്ത്രം മാത്രം ധരിച്ച് കിടക്കാറില്ലെന്നും സതി പറഞ്ഞു. മയക്കുമരുന്നിനടിമയായ തൻ്റെ മൂത്ത മകനും തൻ്റെ സഹോദരൻ്റെ പുത്രനുമാണ് മരണത്തിന് പിന്നിലെന്നും മാതാവ് മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഞാൻ വന്ന് നോക്കിയപ്പോൾ എൻ്റെ മകൻ റൂമിൽ തൂങ്ങി നിൽക്കുന്നത് ഞാൻ കണ്ട്. ഒരിക്കലും അടിവസ്ത്രത്തിലൊന്നും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത ആളാണ്. ഞാൻ കിടന്നുറങ്ങുമ്പോൾ കയ്യില്ലാത്ത ബനിയനിട്ടേ കിടന്നുറങ്ങുള്ളൂ. നിക്കറിൻ്റെ മുകളിൽ ഒന്നുകിൽ വലിയ നിക്കർ കൊടുക്കും, അല്ല മുണ്ട് കൊടുക്കും. എന്നെ വിളിച്ച് പറഞ്ഞോളൂ ഞാൻ ചോദിച്ചു കൊന്നു തൂക്കിയില്ലേന്ന്. കാരണം എനിക്ക് എൻ്റെ വീട്ടിൽ ഒരുപാട് അനുഭവം എൻ്റെ വലിയ മര്യാദത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. തലേ ദിവസം വീട്ടിൽ രാത്രി ഭയങ്കര കച്ചറയാണ്. വ്യാഴാഴ്ച രാത്രി വെള്ളിയാഴ്ച രാത്രി ഒക്കെ കച്ചറയാണ്. രാവിലെ കച്ചറയിട്ടപ്പോൾ ആൾക്കാർ വിചാരിച്ചു പോലെ അന്നത്തെ തലേന്നത്തെ ബാക്കിയാണെന്ന്. പക്ഷേ പിന്നെ പെട്ടെന്ന് ഒച്ച നിലച്ചു എന്നാണ് പറയുന്നത്. എന്താ എൻ്റെ മോൻ തൂങ്ങി മരിച്ചാലും ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, 100% ഞാൻ ഉറപ്പിച്ച് പറഞ്ഞ എൻ്റെ മോൻ തൂങ്ങി മരിച്ചല്ല. ഇപ്പോൾ സ്പോഞ്ചുള്ള കിടക്കാനും നമ്മൾ ഫൈബറിൻ്റെ സ്റ്റൂൾ നിൽക്കില്ല. മോൻ ഒരിക്കലും തൂങ്ങി മരിക്കില്ല. കാരണം ഈ പൈസേൻ്റെ പ്രശ്നമാണ് എല്ലാത്തിനും കാരണം. തൻ്റെ പേരിലുള്ള വീടും സ്ഥലവും ഇളയമകൻ്റെ കൈവശമുള്ള പണവും ഉൾപ്പെടെ കൈവശപ്പെടുത്താനാണ് കൃത്യം നടത്തിയതെന്നും സതി ആരോപിച്ചു. 2021-ൽ താൻ മക്കളുടെ ശല്യം മൂലം വീട് വിട്ടിറങ്ങിയതാണ്. തനിക്ക് വീട്ടിലേക്ക് ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാണെന്നും വീടും സ്ഥലവും തനിക്ക് അനുവദിച്ച് കോടതി ഉത്തരവുണ്ടായിട്ടും മുക്കം പോലീസ് വിധി നടപ്പാക്കാൻ സഹായിക്കുന്നില്ലെന്നും സതി പറഞ്ഞു. മകൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും തനിക്ക് ലഭിച്ചിട്ടില്ലെന്നും ഇവർ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.